മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 30/12/1997 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരാടമാണ് നക്ഷത്രം. പൂരാടം 3-ാം പാദം, മകരലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, ശുക്രൻ, കുജൻ, 2-ൽ കേതു, 3-ൽ ശനി, 4-ൽ ഗുളികൻ, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ രാഹു, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ ബുധൻ, 12-ൽ ചന്ദ്രൻ, സൂര്യൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണിത്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. ഇതിൽ മകരലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനി 3-ൽ നിൽക്കുന്നു. നല്ലതാണ്. പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രവുമല്ല, ലഗ്നാൽ 4-ൽ ഗുളികൻ നിൽക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വസ്ഥത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ് എല്ലാ കാലവും. അത് സ്വന്തം വീടാണെങ്കിലും ചെന്ന് കയറുന്ന വീടാണെങ്കിലും എല്ലാം തന്നെ വീട്ടിലെ സ്വസ്ഥത എന്ന് പറയുന്നത് ഈ 4-ലെ ഗുളികൻ ഒരല്പം അസ്വസ്ഥത, ബുദ്ധിമുട്ട് ഒക്കെ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ ചിന്താപരമായി എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ. 7-ലേക്ക് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി. 7-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് 12-ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചേ ചെയ്യാവൂ. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനൊക്കെ 12 എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും അത് ചന്ദ്രനും സൂര്യനും, രാവും പകലും. അപ്പോൾ അത് ശ്രദ്ധയോടെ തന്നെ വേണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. മാത്രവുമല്ല, ഈ 7-ലേക്ക് വരുന്ന രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി, അതേപോലെ തന്നെ ലഗ്നത്തിൽ നിന്നുകൊണ്ട് 3 പ്രബല ഗ്രഹങ്ങൾ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 1 നീചനായി നിൽക്കുന്ന വ്യാഴം, 2 ഉച്ചനായി നിൽക്കുന്ന കുജൻ, 3 വിവാഹകാരക ഗ്രഹം ശുക്രൻ. അതിലിവിടെ കുജൻ രുചക യോഗം കൊടുക്കുന്ന കുജൻ ഒക്കെ തന്നെയാണ്. പക്ഷേ വിവാഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കുജൻ ലഗ്നത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേണം. അപ്പോൾ അവിടെ കുജൻ രാഹു ബന്ധം 7-ാം ഭാവവുമായി ദൃഷ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തത്തുല്യമായി ചേരുന്ന ഗ്രഹനിലകളാണ് ചേർക്കുന്നത് എങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതല്ലാത്ത പക്ഷം 7-ലൊക്കെ ശനി ബന്ധമുള്ളതോ സൂര്യബന്ധമുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഗ്രഹനിലകൾ എടുത്തു വച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. 100% ബുദ്ധിമുട്ടാണ്. ശത്രുക്കളുടെ ഒരു കൂട്ടായ്മയായിട്ടത് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, 7-ാം ഭാവാധിപൻ നഷ്ടസ്ഥാനത്തുമാണ്. അപ്പോൾ തർക്കങ്ങൾക്കുള്ള സാധ്യത, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത, അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഇത്തരം ഗ്രഹനിലകളിൽ. ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ലേ എന്ന് ചോദിക്കാം. പൊതുവെ വ്യാഴം ഇവിടെ നീചനാണ്. അപ്പോൾ ശുക്രൻ്റെയും കുജൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി ചെന്ന് അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായ ശേഷമാണ് വ്യാഴം അവിടെ ആക്റ്റീവ് ആവുക. അത് സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആദ്യമേ വ്യാഴം കയറി അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൊടുക്കില്ല എന്നും മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഗുണമുണ്ടാവും, പക്ഷേ അത് പിന്നീട് മാത്രമാണ് ഗുണം ഉണ്ടാവുക. ആദ്യമേ അത് കിട്ടാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നും അറിയുക. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കുജൻ രുചകയോഗം കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത് ഗുളിക ഭവനാധിപനായിട്ടുള്ള കുജനാണ്. എന്ന് വച്ചാൽ കുജൻ്റെ വീട്ടിൽ ഗുളികൻ വസിക്കുന്നു. പ്രസ്തുത ഗുളികൻ ലഗ്നാൽ 5-ലേക്കും ലഗ്നാൽ 3-ലേക്കും തൻ്റെ 2-ാമത്തെയും 12-ാമത്തെയും ദൃഷ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലഗ്നാധിപനെ തന്നെ ദൃഷ്ടി ചെയ്യുന്നു. ശനി ഗുളികൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നല്ല കോമ്പിനേഷനേ അല്ല. അതുപോലെ തന്നെ 5-ലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടി മനസ്സ് സംബന്ധമായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഭയം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, എന്തിനും സാധ്യത 5-ലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടി കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗുളികൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്.
അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 8-ൽ നിൽക്കുന്ന രാഹു ചിങ്ങത്തിൽ നിന്നുകൊണ്ട് തൻ്റെ 6ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീചനായി നിൽക്കുന്ന വ്യാഴം, ഉച്ഛനായി നിൽക്കുന്ന കുജൻ, വിവാഹകാരകനായ ശുക്രൻ, പ്രത്യേകിച്ചും 10ാം ഭാവാധിപനും 5ാം ഭാവാധിപനും ഇവിടെ ശുക്രൻ തന്നെ ആണ്. അങ്ങനെ ഉള്ളിടത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കൂടെ എന്ന് പറയുമ്പോൾ അല്പസ്വല്പം ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാര്യങ്ങളും അല്പം ശ്രദ്ധയോടെ തന്നെ വേണം ഇത്തരം വ്യക്തികൾ കാണാനായിട്ടും ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും. അതല്ലാത്ത പക്ഷം 5ലേക്ക് വരുന്ന ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി മനസ്സിനെ ബാധിക്കാം. എന്ന് വെച്ചാൽ മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, റെസ്റ്റ്ലെസ് ആയിട്ട് മനസ്സ് പെരുമാറുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നേരത്തെ കൂട്ടി ഒക്കെ പരിഹാരങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ്, അതിൻ്റെ കാഠിന്യത്തെ കുറച്ച് വഴി അല്പം കൂടെ സുഗമമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പൊതുവേ ലഗ്നാൽ 3-ലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ മുടിവെച്ച് വാഴും എന്ന് പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. ധാരാളം ആളുകൾക്ക് 3-ലൊക്കെ ശനി ശുദ്ധമായിട്ട് നിൽക്കുന്ന അവസ്ഥകളിൽ ഏറ്റവും നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ശനി ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവിടെ ശനി നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ആ ഗുളികനെ കൂടെ കണക്കിലെടുത്ത് മാത്രമേ ഇവിടെ ശനിയെ അല്ലെങ്കിൽ ശനിയെ കൊണ്ടുള്ള ഗുണത്തെ കണക്കിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല ലഗ്നാധിപനെയാണ് ഗുളികൻ വീക്ഷിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ്, അലർജി പോലെ അതല്ലെങ്കിൽ അത്തരം സമാനമായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള, ഇടവിട്ടോ അല്ലാതെയോ സ്ഥിരമായിട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ്. അപ്പോൾ അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളും കൃത്യമായിട്ട് നടത്തേണ്ടുന്നതാണ്. മാത്രവുമല്ല ഗുളികൻ നിൽക്കുന്ന ഇടത്തേക്ക് 8-ൽ നിന്നുകൊണ്ട് രാഹു തൻ്റെ 9ാമത്തെ ദൃഷ്ടിയും കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതല്ല. ഈ രീതിയിൽ എണ്ണയൊഴിക്കുന്ന അനുഭവങ്ങൾ 4-ാം ഭാവവുമായിട്ടും പ്രസ്തുത ഗുളികൻ്റെ 2ഉം 12ഉം ദൃഷ്ടികൾ വഴിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ പൂരാടമാണ് നക്ഷത്രം. ശുക്രദശയിൽ ജനിച്ചു. 2007 വരെ ശുക്രൻ, അതിനുശേഷം സൂര്യൻ 6 കൊല്ലം, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2030 വരെ. ഇപ്പോഴത്തെ നടപ്പ് ദശയും കുജൻ അഥവാ ചൊവ്വ തന്നെയാണ്. അതിനുശേഷമാണ് രാഹു 2048 വരെ. അതിനുശേഷം ഗുരു, ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ കുജദശയിൽ ശനിയുടെ അപഹാരമാണ്. പ്രത്യേകിച്ചും ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി കുജദശയൊക്കെ നടക്കുന്ന സമയത്ത് വരുന്ന വിവാഹ ആലോചനകളൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത്. ഈ ഗുളികൻ്റെയൊക്കെ ദൃഷ്ടി നടക്കുന്ന അപഹാരത്തിൽ വരുന്ന ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു അശുഭത്വം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കലർപ്പ് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തി തന്നെ പോയേ മതിയാകൂ. പ്രസ്തുത ശനിയുടെ അപഹാരം കുജദശയിൽ 2026 മെയ് 7-ാം തീയതി തൊട്ട് 2027 ജൂൺ 17-ാം തീയതി വരെയാണ്. അപ്പോൾ ഒരല്പം ക്ഷമയോടെ കാര്യങ്ങളെ കണ്ട് സശ്രദ്ധം മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ് എന്നും തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.